ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്ത വരുന്നു. ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ഇപ്പോൾ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സൂരജ് സജി നൽകും വിവരങ്ങൾ. സൂരജ്, ഏതായാലും ആശ്വാസകരമായ വാർത്ത വരുന്നു. ഈ ഗോവയിൽ എവിടെ നിന്നാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്? ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു രേഖാചിത്രമടക്കം പോലീസ് പുറത്തുവിട്ട് അന്വേഷിക്കുകയായിരുന്നു. വിവരങ്ങൾ പറയൂ. ഗൂഗിൾ, തീർച്ചയായും ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. രാവിലെ മുതൽ തന്നെ നമ്മളെല്ലാവരും തന്നെ ഈ വാർത്തയുടെ പുറകെ മാത്രമായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഗോവയിൽ നിന്നാണ് നിലവിൽ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്ന മഡ്ഗോൺ പോലീസാണ് നിലവിൽ ഈ കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നിലമ്പൂരിൽ നിന്നുള്ള അധ്യാപകരുടെ സംഘം അവർ ഈ ഗോവയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ ഗോവയിൽ വെച്ച് ഈ അധ്യാപകർ ഈ കുട്ടിയെ തിരിച്ചറിയുന്നത്. ഈ വാർത്ത കണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ അധ്യാപകർ തിരിച്ചറിയുകയും പിന്നീട് ഗോവൻ പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ പട്ടാമ്പി പോലീസിനെയും ഒരേ സമയം തന്നെ അറിയിച്ചു. അങ്ങനെ പട്ടാമ്പി പോലീസും ഗോവയിലുള്ള പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരുവരും ചേർന്ന് നടത്തിയ നീക്കത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയെ ഗോവയിൽ നിന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ അധ്യാപകർക്ക് തോന്നിയ സംശയം, അതായത് നിലമ്പൂരിൽ നിന്ന് ഈ യാത്ര ചെയ്തിരുന്ന അധ്യാപകർക്ക് തോന്നിയ സംശയമാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഏറെ നിർണായകമായത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ഈ വല്ലപ്പുഴ സ്വദേശിയായ 15-കാരിയെ കാണാതാകുന്നത്. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത ഒരു അന്വേഷണത്തിലേക്ക് കടന്നു. 5-അംഗ സംഘമായി തിരിഞ്ഞുകൊണ്ട് 36-ലധികം വരുന്ന പോലീസുകാർ 5-അംഗ സംഘമായി തിരിഞ്ഞുകൊണ്ടായിരുന്നു തിരച്ചിൽ. ഷൊർണൂർ ഡിവൈഎസ്പി തന്നെ ആ തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ ഈ കുട്ടിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് ഒരു പുരുഷൻ, യുവാവ് എന്ന് കരുതുന്ന ആളുടെ രേഖാചിത്രം അടക്കം ഒടുവിൽ പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുവിടുന്നത് നമ്മൾ കണ്ടതാണ്. ആ രേഖാചിത്രം അടക്കം പുറത്തുവിട്ടുകൊണ്ട് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം അത് പോലീസിന്റെ എല്ലാ തലത്തിലും പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കുട്ടിയെ നിലമ്പൂരിൽ നിന്ന് ഈ ഗോവയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അധ്യാപകരുടെ സംഘം ഈ കുട്ടിയെ തിരിച്ചറിയുന്നതും പിന്നീട് ഗോവൻ പോലീസിനും അതുപോലെ തന്നെ പട്ടാമ്പി പോലീസിനും നിർണായകമായ വിവരം കൈമാറുന്നു. അങ്ങനെ പട്ടാമ്പി പോലീസ് തന്നെ ഈ ഗോവൻ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ ഒരു നീക്കം, ആ നീക്കത്തിനൊടുവിൽ ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു, കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. നിലവിൽ ഈ മഡ്ഗോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ കുട്ടിയുള്ളത്. പട്ടാമ്പി പോലീസുമായി ഇവർ ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തി കഴിഞ്ഞു. ഈ കുട്ടിയെ ഗോവയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പട്ടാമ്പി പോലീസും ബന്ധുക്കളും ഇവിടെ നിന്ന് യാത്ര തിരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കുട്ടിയുടെ ദൃശ്യങ്ങളടക്കം നമ്മുടെ ഇൻപുട്ട് ഡെസ്കിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി നിലവിൽ ഒരു വനിതാ പോലീസുകാരിയോടൊപ്പം ഈ മഡ്ഗോൺ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ കുട്ടി സുരക്ഷിതമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് ഈ കറുത്ത പർദ്ദ തന്നെ കുട്ടി ധരിച്ചിരുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തിരിച്ചറിയാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗോവ വരെ കുട്ടിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഞ്ചരിക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. ഈ പർദ്ദ ധരിച്ച് ഈ അസ്വാഭാവികമായ നിലയിൽ ഈ കുട്ടിയെ കണ്ടതാണ് ഇതിൽ നിർണായകമായത്. നിലമ്പൂരിൽ നിന്നുള്ള അധ്യാപക സംഘത്തിന് ഈ പർദ്ദ ധരിച്ച കുട്ടിയുടെ അടയാളം അത് ഒരു അടയാളമായി തന്നെ അവർ എടുക്കുന്നു. ഈ കുട്ടിയിൽ ഒരു അസ്വാഭാവികത തോന്നിയതോടുകൂടിയാണ് ഇവർ ഈ ഗോവൻ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറുന്നത്. അങ്ങനെ ഈ പട്ടാമ്പി പോലീസിനെയും വിവരം കൈമാറുന്നു. അങ്ങനെ ഇരു പോലീസ് സേനയും തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഗോവൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയുള്ളത്. കുട്ടി സുരക്ഷിതമാണ്, ആരോഗ്യവതിയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കുട്ടിയെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പട്ടാമ്പിയിൽ നിന്നുള്ള പോലീസ് സംഘവും അതോടൊപ്പം തന്നെ കുട്ടിയുടെ ബന്ധുക്കളടക്കം ഗോവയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, സൂരജ്, ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു സംശയിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിഗമനത്തിൽ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു ഒരു യുവാവിന്റെ. ഈ കുട്ടിയെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നു? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? ഗൂഗിൾ, നമുക്കിത് സംബന്ധിച്ചപ്പോൾ ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. കുട്ടി ആരോടൊപ്പമെങ്കിലും, അതായത് നേരത്തെ പോലീസ് കണ്ടെത്തിയതും ഒരു യുവാവിനൊപ്പം കുട്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ആ യുവാവ് എന്ന് കരുതുന്ന ആളുടെ രേഖാചിത്രം അടക്കം പോലീസ് പുറത്തുവിടുകയും ചെയ്തു. അതിൽ നിർണായകമായത് ചില CCTV ദൃശ്യങ്ങളാണ്. അതുകൊണ്ടാണ് കുട്ടിയോടൊപ്പം ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടാകാം എന്ന സംശയം പോലീസ് പ്രകടിപ്പിക്കുകയും അത്തരത്തിൽ ഉള്ള ഒരാളുടേതെന്ന് കരുതുന്ന രേഖാചിത്രം അടക്കം പുറത്തുവിട്ടത്. ഇതിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി കയറിപ്പോകുന്ന CCTV ദൃശ്യം മാത്രമായിരുന്നു ആദ്യം പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സമാന്തരമായി തന്നെ പല സ്റ്റേഷനുകളിൽ അടക്കം CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിച്ചു. അതിൽ നിന്ന് ലഭിച്ച ഒരു സൂചന പ്രകാരമായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഒരു യുവാവിന്റെ ഒരു രേഖാചിത്രം അടക്കം പോലീസ് പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയ സമയത്ത് അങ്ങനെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത്തരം വിവരങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ പുറത്തു വരും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഈ നിലമ്പൂരിൽ നിന്നുള്ള അധ്യാപക സംഘമാണ് ഈ ഗോവയിൽ വെച്ച് ഈ കുട്ടിയെ തിരിച്ചറിയുന്നത്. അതായത് ഒരു പർദ്ദ ധരിച്ച ഉയരം കുറഞ്ഞ ഒരാൾ അസ്വാഭാവികത പ്രകടിപ്പിക്കുന്നത് കുട്ടിയാണ് എന്ന് പോലും ഇവർക്ക് ആ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ
അടയാളങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് പട്ടാമ്പിയിൽ നിന്ന് കാണാതെ പോയ കുട്ടിയാകാം എന്ന ഒരു സംശയം ഈ അധ്യാപക സംഘത്തിന് തോന്നുന്നു. അവർ നിർണായകമായ വിവരം ഗോവ പോലീസിനും അതുപോലെ തന്നെ പട്ടാമ്പി പോലീസിനും കൈമാറുകയായിരുന്നു. അങ്ങനെ ഇരുവരും ചേർന്ന് നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ കുട്ടിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിലവിൽ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയുള്ളത്. കുട്ടി സുരക്ഷിതമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പട്ടാമ്പിയിൽ നിന്നുള്ള പോലീസിന്റെ സംഘവും മാതാപിതാക്കളും നിലവിൽ ഗോവയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ. ശരി സൂരജ്, ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ്. പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ പെൺകുട്ടിയെ ഗോവയിൽ കണ്ടെത്തിയിരിക്കുന്നു. ട്രെയിനിൽ യാത്ര ചെയ്ത അധ്യാപകരുടെ ജാഗ്രതയാണ്. അവർ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം അനുസരിച്ച് അവർക്ക് സംശയം ഉറപ്പിക്കാനൊന്നും കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. പക്ഷേ അവരുടെ ജാഗ്രതയാണ് ഏതായാലും പോലീസിന്റെ ഇടപെടലിലേക്ക് ഇപ്പോൾ ഗോവൻ പോലീസിന്റെ കസ്റ്റഡിയിലേക്കും ആ കുട്ടിയെ എത്തിച്ചിരിക്കുന്നു. കുട്ടി സുരക്ഷിതയാണ്. വൈകാതെ തന്നെ മാതാപിതാക്കളോടൊപ്പം ചേരുകയും ചെയ്യും. സൂരജ് സജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.